അർജുനന് ഹനുമാൻ നൽകിയ സംരക്ഷണത്തിന്റെ കഥ നിങ്ങൾക്കറിയാം. നമുക്ക് നോക്കിയാലോ. മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ തേരിൽ കൊടിമരത്തിൽ ഒരു കുരങ്ങിന്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അർജുനനെ കപിത്വജൻ എന്ന് വിളിക്കുന്നത്. ഈ കൊടിമരത്തിൽ അർജുനന് വാക്കു നൽകിയതനുസരിച്ച് ഹനുമാൻ അദൃശ്യ രൂപത്തിൽ നിലവിളിച്ചു. യുദ്ധത്തിന്റെ 18-ാം ദിവസവും കൗരവപക്ഷത്തെ മഹാരഥന്മാർ പ്രയോഗിച്ച ശക്തമായ ദിവ്യാസ്ത്രങ്ങൾ അർജുനന്റെ രഥത്തെ ലക്ഷ്യമാക്കി വന്നു. സാധാരണ തേരായിരുന്നുവെങ്കിൽ ആ അസ്ത്രങ്ങളുടെ ശക്തിയിൽ ഒരു നിമിഷം കൊണ്ട് അത് തകർത്ത് ചാരമായിരുന്നു. എന്നാൽ കൊടിമരത്തിൽ മറഞ്ഞിരുന്ന ഹനുമാന്റെയും സാരഥിയായിരുന്ന ശ്രീകൃഷ്ണന്റെയും ദിവ്യ സാന്നിധ്യം കാരണം രഥം ഒരു അത്ഭുത കവചം പോലെ ഉറച്ചു നിന്നു. യുദ്ധം അവസാനിക്കുകയും ധർമ്മം വിജയിക്കുകയും ചെയ്ത ശേഷം ശ്രീകൃഷ്ണൻ അർജുനനോട് ഉടൻ രഥത്തിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അർജുനൻ ഇറങ്ങിയ ശേഷം കൃഷ്ണനും രഥം വിട്ടു. അവർ രണ്ടാളും ഇറങ്ങിയ ആ അത്ഭുത രഥം തീ പിടിച്ച് കത്തി നശിക്കുകയും ചാരമായി മാറുകയും ചെയ്തു. ഇത് കണ്ട് അമ്പരന്ന അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു, അർജുന, ശത്രുക്കൾ പ്രയോഗിച്ച എല്ലാ ദിവ്യാസ്ത്രങ്ങളുടെയും ശക്തി ഈ രഥത്തെ എന്നോ നശിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ കൊടിമരത്തിലെ ഹനുമാൻ ആ അസ്ത്രങ്ങളുടെ ശക്തിയെ തടുത്ത് ഇതിനെ സംരക്ഷിച്ചു. ഞാനും ഹനുമാനും രഥം വിട്ടതോടെ തോരിൽ ഒതുക്കി വെച്ചിരുന്ന ആ ശക്തി പുറത്തു വരികയും രഥത്തെ ദഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഹനുമാൻ യുദ്ധക്കളത്തിൽ നേരിട്ട് പോരാടാതെ തന്നെ തന്റെ ദിവ്യമായ സംരക്ഷണത്തിലൂടെ അർജുനന്റെ ജീവനും രഥത്തിനും രക്ഷ നൽകി. പാണ്ഡവരുടെ വിജയത്തിന് കാരണം